18ാം ലോക്സഭയുടെ സ്പീക്കറായി BJP MP ഓം ബിർല തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ രണ്ടാം തവണയാണ് ഓം ബിർല സ്പീക്കറാകുന്നത്. ശബ്ദ വോട്ടോടെയാണ് സ്പീക്കറെ തെരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുലും ചേർന്ന് അദ്ദേഹത്തെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നതിനും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ശബ്ദ വോട്ടോടെയാണ് ഓം ബിർലയെ തെരഞ്ഞെടുത്തത്. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ വോട്ടിംഗ് ഒഴിവാക്കി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർലയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുലും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. I invite Sri Om Birla to occupy the chair. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷായിരുന്നു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഓം ബിർലയെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. കൊടിക്കുന്നിലിനായി പ്രതിപക്ഷവും പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ ശബ്ദ വോട്ടിൽ പ്രധാനമന്ത്രിയുടെ പ്രമേയം അംഗീകരിക്കുകയും പ്രതിപക്ഷത്തിന്റേത് തള്ളുകയും ചെയ്തു. ഓം ബിർലയെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അഭിനന്ദിച്ചു. और आपका 5 वर्ष का अनुभव और आपके साथ हम लोगों का 5 साल का अनुभव, हम सबका विश्वास है कि आप आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी. അപൂർവമായി മാത്രമാണ് സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സമവായമാകാത്ത സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് തന്നെ നൽകണമെന്ന കീഴ്വഴക്കമില്ലെന്ന് BJP നേതൃത്വവും ചൂണ്ടിക്കാട്ടുന്നു. ജനം, ഡൽഹി.